ജംഗു സിക്കിമിലുള്ള ആളുകൾക്ക് പോലും പ്രത്യേകം അനുമതി ഉണ്ടെങ്കിൽ മാത്രം പ്രവേശിക്കാവുന്ന സംരക്ഷിത പ്രദേശം. സിക്കിമിൻ്റെ ആദിമ നിവാസികളായ ലെപ്ച ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഇവിടം രാജഭരണകാലം മുതലേ ഇങ്ങനെയാണ്. 1975 സിക്കിം ഇന്ത്യയുമായി ചേർന്നെങ്കിലും ഈ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ നിയമപ്രകാരം തുടർന്നു പോരുന്നു. ലെപ്ച കമ്മ്യൂണിറ്റിയുടെ സാംസ്കാരികവും സാമൂഹികവുമായ ഐഡൻറ്റിറ്റിയെ സംരക്ഷിക്കുക, അവരെ പുറം ലോകത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും കാത്തുസൂക്ഷിക്കുക എന്നൊക്കെയാണ് ഈ നിയന്ത്രണങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഇപ്പോഴും പഴയ കാലത്തെ ആചാരങ്ങളൊക്കെ പിന്തുടർന്ന് പാരമ്പര്യത്തിൻ്റെ ആത്മാവ് കൈവിടാതെ അവരവിടെ ജീവിക്കുന്നു. ഹലോ, അപ്പോൾ സിക്കിമിൽ നിന്നുള്ള മറ്റൊരു മോർണിംഗ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അല്ല, ഇന്ന് ശരിക്കും മോർണിംഗ് തന്നെയാണ്. ഞങ്ങൾ രാവിലെ നേരത്തെ എണീച്ച് റെഡി ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് മീനുക്കുട്ടിയുടെ കൂടെ യാത്ര ചെയ്യാൻ പോവാണ്. മീനുക്കുട്ടി ഇവൻ സുധി ആയതുകൊണ്ട് വണ്ടി മീനുക്കുട്ടി ആയതാ. ഏതാ സിനിമ? മറ്റേ നമ്മുടെ മീനുക്കുട്ടി. അതാണ് സംഗതി. പണ്ടത്തെ ഇവന്റെ വണ്ടി പ്രഭാകരനായിരുന്നു. പ്രഭാകര ആളുകൾക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. അപ്പോൾ അവന്റെ വണ്ടിയിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അവന്റെ കാല് ചെറിയ പ്രശ്നമായത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവന് വണ്ടി ഓടിച്ചിരുന്നില്ല. ഇതേ നമ്മുടെ റൈസ് ഇൻ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു വണ്ടി. ഇന്ന് നമ്മൾ എന്താ പോകുന്ന സ്ഥലത്തിൻ്റെ അവിടെ പെർമിഷൻ എടുക്കണേ? നമുക്ക് പെർമിറ്റ് എടുക്കണം. എങ്ങോട്ട് പോകാനുണ്ടോ? മംഗൽ. നമുക്ക് ഈ മലയുടെ അപ്പുറം ഇൻഡിജിനിയസ് ആയിട്ടുള്ള പീപ്പിൾ താമസിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല? ഓക്കെ, അത് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഇവിടുത്തെ യഥാർത്ഥ സിക്കിമിൻ്റെ അവകാശികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ട് നമുക്ക് വെറുതെ പോകാൻ പറ്റില്ല, പെർമിറ്റ് വേണം. ഇപ്പം ഇവിടുത്തെ ആൾക്കാർക്ക് പോലും പെർമിറ്റ് വേണം. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ 3 വർഷത്തിൽ ഒരിക്കൽ തുറക്കുന്ന ഒരു മലയുടെ മുകളിലൊരു പരിപാടിയുണ്ട്. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആചാരമൊക്കെയാണത്. അങ്ങോട്ട് 3 വർഷം കൂടുമ്പോൾ മാത്രമേ ഇവർ പോവുള്ളൂ. അതിപ്പോൾ ഇന്ന് തുടങ്ങിയില്ലേ? ഇന്ന് തുടങ്ങി. കാടിന്റെ നടുക്ക്. നമുക്ക് അതിന് പെർമിറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് ശ്രമിച്ച് നോക്കുകയാണ്. അത് വേണം. നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്കുള്ള പെർമിറ്റ് വേണം. പിന്നെ ഇവിടെ ലാച്ചൻ എന്ന് പറയുന്ന നോർത്ത് സിക്കിം, നോർത്തിന്റെ എൻഡ് സിക്കിമില്, അതായത് ഇന്ത്യയുടെ തന്നെ എൻഡ് ആയിരിക്കും. അങ്ങോട്ടും ടിബറ്റാണ് അപ്പുറത്ത്, അങ്ങോട്ടും പെർമിറ്റ് വേണം. അപ്പോൾ ഈ 3 പെർമിറ്റും എങ്ങനെ കിട്ടും, എപ്പോൾ കിട്ടും, എന്താണ് കിട്ടുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിന് ട്രൈ ചെയ്യണം. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ അല്ല, നമ്മുടെ നാട്ടിലൊക്കെ തന്നെ 2 ഹെൽമെറ്റ് നിർബന്ധമാണ്. രണ്ടാക്കും, റൈഡർക്കും പില്ലിനും ഹെൽമെറ്റ് നിർബന്ധമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഷിഖയുടെ വീട്ടിലൊരു ഹെൽമെറ്റ് ഉണ്ട്, അതെടുക്കാൻ വേണ്ടി പോവാണ് ആദ്യം. അങ്ങോട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നിയമം ലംഘിക്കുന്നുണ്ട് അല്ലേ? ക്ഷമിച്ച ബേഗു. ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചവിട്ടിയിട്ട് കയറണം. ആനപ്പുറത്ത് കയറുന്ന ആ ഒരു ഇത് വേണം. അതായത് ഈ 3 പെട്ടികൾ വെച്ചിട്ടുള്ളത് കൊണ്ടേ കയറാൻ കുറച്ച് പണിയാണ്. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ട് അന്ന് ഇരിക്കാൻ പറ്റുന്നു. പക്ഷെ നല്ല കംഫർട്ട് അല്ലേ? കറക്റ്റ് ആണ്. എന്നാ പോവാം. നമുക്ക് ഇവരോട് തൽക്കാലം ഹെൽമെറ്റ് ചോദിച്ചാലോ? भैया ये हेलमेट आपका है क्या? हम है ना वो उधर जाके हमारा हेलमेट उधर घर में है, वो लेके आएगा. 1-2 मिनट दे सकता? हाँ नहीं मिलेगी. ओह श्योर. താങ്ക് യു ബ്രോ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ പോവാം. ജസ്റ്റ് 2 കിലോമീറ്റർ ഉള്ളൂ ഷിഖയുടെ വീട്ടിലേക്ക്. നമ്മൾ അന്ന് നടന്നു പോയ സ്ഥലമാണ്. അല്ല, നിനക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇടത്തെ കാല് മറ്റേ ഗിയർ ഇടുമ്പോ എന്റെ ആ ഒരു ആംഗിളിനാ പറ്റിയത് മടങ്ങിയപ്പോ. അപ്പൊ ഗിയർ ഇടുമ്പോ എനിക്ക് ആ ഒരു വേദന ഉണ്ട്. ഗിയർ ഇടുമ്പോഴാണ് വേദന. അത് പക്ഷെ അത് ഇട്ടിട്ടേ റെഡി ആവുള്ളൂ. ഞാൻ നടക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവുള്ളൂ. നമ്മൾ ഷിഖയുടെ വീടിന്റെ അവിടെ എത്തിയിട്ടോ. ഇന്നിങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ വെയിലൊന്നുമില്ല. അപ്പോൾ സുധി പറഞ്ഞു ഇങ്ങനെ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞു നല്ല കാലാവസ്ഥ ആണല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ നല്ല കാലാവസ്ഥ എന്ന് പറയും. പക്ഷെ ഇവിടെ നല്ല വെയിലുണ്ടെങ്കിലാണ് നല്ല കാലാവസ്ഥ. തണുപ്പിന് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അതെ അതെ. അപ്പോൾ ഇത് ഇവിടുത്തെ മോശം കാലാവസ്ഥയാണ്. പക്ഷെ മഴ ഇല്ലാത്ത ഭാഗ്യല്ലേ? മൂടിക്കെട്ടി നിൽക്കുന്നോണ്ടേ ഇതിപ്പോ വിന്റർ അല്ലേ, ഇങ്ങനെ മൂടിക്കെട്ടി ആയിരിക്കും. ഈ കാർമേഘമൊക്കെ പോയി അങ്ങ് മലയുടെ മേലെ പോയിട്ട് വേണം മഞ്ഞായിട്ട് പോയി. ഓക്കെ ഓക്കെ. മോളിൽ നിന്ന് സുധി എന്നുള്ള വിളി കേൾക്കുന്നുണ്ട്. നമസ്തേ. ഷിഖയുടെ പപ്പയും അനിയനും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അവരവിടെ പണിയെടുത്തോണ്ടിരിക്കുക. എന്നാ പിന്നെ അതൊന്ന് കണ്ടതിന് ശേഷം ഹെൽമെറ്റ് എടുക്കാം. തണുപ്പത്തേ ചൂട് കായാൻ വേണ്ടിയിട്ട് കത്തിക്കാനുള്ള വിറകുണ്ടാക്കുന്ന പണിയിലാണ്. ഉണങ്ങിയ മുളയും മറ്റുമൊക്കെ കട്ട് ചെയ്തിട്ട് അവർ വിറകുണ്ടാക്കുകയാണ് കേട്ടോ. ഷിഖയുടെ അനിയനും പപ്പയാണ്. വാളൊക്കെ വെച്ചിട്ടാണ് കട്ടിങ്.
ഇവരുടെ ഒരു പ്രത്യേകത, ഇവരെത്ര പ്രായമായാലും പണിയെടുത്തുകൊണ്ടേ ഇരിക്കില്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതായത് വീടൊക്കെ അങ്ങനെ വൃത്തിയായിട്ട് എപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെ ആൾക്കാർക്ക് പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ പണി തോണ്ടിരിക്കും അല്ലേ. പറമ്പിൽ പണി ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പണി ഉണ്ടാവും, ഒന്നും ഇല്ലെങ്കിൽ നടക്ക 2 മല കയറിയിട്ട് വരും. ഇപ്പൊ തന്നെ ഷികയുടെ പപ്പയ്ക്ക് 62 വയസ്സാണ്. പക്ഷെ നമ്മുടെ അജിത് ബ്രോ പറഞ്ഞതേ അതാണ് 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാരും മരം കയറുത്രേ. അത് കണ്ടില്ലേ അന്ന് കണ്ണു കാണാത്ത അപ്പൂപ്പൻ പുല്ല് വെട്ടിട്ട് പോകുന്നത്. സൂക്ഷിച്ചിറങ്ങിക്കോളാം. നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എത്ര മലമുകളിലാണ് വീടെങ്കിലും അങ്ങോട്ട് പോകാനുള്ള വഴികൾ അവരിങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. ഇവിടെ സ്റ്റെപ്പ് പൊളിഞ്ഞു പോയതാണ് കേട്ടോ. ഉരുൾപൊട്ടലുണ്ടായിട്ട് പോയതാണ് സ്റ്റെപ്പൊക്കെ. അമ്മ കേട്ടോ. അമ്മ നമസ്തേ. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് എനിക്കറിയില്ല. അമ്മക്ക് ഹിന്ദി അറിഞ്ഞൂടാ. നേപ്പാളി ഭാഷ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്നില്ലേ? അന്ന് നമ്മൾ വന്ന ദിവസം അമ്മ ഏതോ ബന്ധു വീട്ടിൽ പോയിരിക്കായിരുന്നു എന്നാ പറഞ്ഞത്. അമ്മ എന്നെ വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇവരുടെ ലിവിങ് റൂമിൽ എത്തിയിട്ടോ. സുധി ഹെൽമെറ്റ് തിരയുന്നുണ്ട്. അന്നൊരിക്കൽ അവർ സിലിഗുരിയിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ച ചെറിയൊരു ഹെൽമെറ്റ് ഉണ്ട്. തൽക്കാലം അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ കിട്ടിയോ? എവിടെയാ വെച്ചെന്നുള്ള കാര്യം ശിഖക്കും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ തന്നെ തെരഞ്ഞ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അവസാനം മമ്മി തന്നെ തിരഞ്ഞെടുത്തു അല്ലേ? ഇതൊരു ഹെൽമെറ്റ്. തലേ കൊള്ളുവോ? അതെ, കൊള്ളുന്നല്ല. ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പോലീസ് പിടിക്കില്ല. അതെ, അത്രേ ഉള്ളൂ. ചായ വേണ്ടല്ലോ? വേണ്ട ചായ. അഭി പിയ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാണിക്കണം അല്ലേ? ഓക്കെയാ. हिंदी पूछा नहीं। ओके। हम चाय पी के आया, अभी नहीं चाहिए, चाय नहीं चाहिए, थोड़ा सा पी के जाओ. എന്നാ കുടിക്കാം. അവർക്ക് അല്ലേ? ഓക്കെ. ऊपर आएगा, किचन में आएगा. ഓക്കെ. കുറച്ച് ചായ കുടിച്ചിട്ട് പോകാം എന്നവർ നിർബന്ധിക്കുന്നുണ്ട്. യെസ്, അവരുടെ സന്തോഷം. നമ്മൾ ചായ കുറവാണ്, പക്ഷെ എന്നാലും ചായ കുടിച്ചേക്കാം. നമ്മൾ അന്ന് പോയില്ല, 3ാം നിലയിലാണ് അവരുടെ കിച്ചൺ. ഓരോ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും മിങ്കിൾ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഇതുപോലുള്ള ചായ കുടികൾ, ഇതുപോലുള്ള സ്വീകരണങ്ങൾ നമ്മൾ സ്വീകരിക്കാന്നുള്ളത്. അതെ തീർച്ചയായും. എവിടെ പോയാലും നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് കൂടുതൽ വീട്ടിലോട്ട് കയറി തന്നെ ശരിയാ. ഇത് നമ്മുടെ സ്വന്തം വീടാണ്. ഇവിടെ പിന്നെ അങ്ങനത്തെ ആവശ്യമില്ല, ഫോർമാലിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? കാവ്യക്കുട്ടിയില്ല ഇന്ന്? കാവ്യ ഡിച്ചുവിൽ പോയിട്ടാണ്, ഇവിടുത്തെ താഴത്തിട്ടാണ്. അന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, ഇതിന്റെ സൈഡിലൊക്കെ ഇവരിങ്ങനെ ഓപ്പൺ ആയിട്ടേക്കാണെന്നുള്ളത്. നമുക്കൊക്കെ നല്ല പേടിയായിരിക്കില്ലേ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലിങ്ങനെ. അപ്പോൾ ഇന്നിപ്പോതാ അന്ന് സംസാരിച്ചുള്ള ആ കാര്യം അന്ന് നമ്മൾ പറഞ്ഞ കേട്ടും തോന്നുന്നുണ്ട്. ഇപ്പോൾ പപ്പ കണ്ടോ ഒരു മുള കൊണ്ടുവന്നിട്ട് ഒരു ഇതിങ്ങനെ വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ്. ആഘോഷങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഓൾമോസ്റ്റ് എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞു. ഇപ്പോഴാണ് ഇവരൊന്ന് ഫ്രീ ആയത്. സമയം കിട്ടുന്നില്ലേ ഇങ്ങനത്തെ വർക്കിനൊക്കെ. ചായ റെഡി. ചായ തന്നിട്ട് ഇങ്ങനെ കൈകൂപ്പ്. ചായ മാത്രം കഴിക്കാനുള്ള എന്ത് കൊണ്ടുവന്ന് വെച്ചാല് കൈകൂപ്പ്. ഓക്കെ. അപ്പൊ നമ്മളും തിരിച്ച് കൈകൂപ്പും അല്ലേ? നോർമലി ആരും അങ്ങനെ ചെയ്യുന്ന കാണില്ല, നമുക്കതൊരു പുതുമയായതുകൊണ്ട് തിരിച്ച്. ബിസ്ക്കറ്റും അവര് രാവിലെ കഴിക്കാനുണ്ടാക്കിയ ബാർലിന്റെ റൊട്ടിയും തന്നിട്ടോ. അപ്പൊ മമ്മി ബൈ. അജിത് ഓക്കെ. ഹലോ മങ്കൻ. ഇതാരാന്നറിയോ? അന്നൊരിക്കൽ മല കയറിപ്പോയിട്ടൊരു വീട്ടിൽ നിന്ന് രാത്രി നമുക്ക് പാറ്റേനെ പൊരിച്ചു തന്നില്ലേ? അദ്ദേഹം മകളുമാണ്. മകൾക്ക് അന്ന് പനിയാണെന്ന് അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും പനി മാറിയിട്ടില്ല അത്രേ. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ, ഷികയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം കണ്ടോ, നേരത്തെ ഈ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇപ്പം കണ്ടോ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ കയറി അത്ര ഈസി ഒന്നല്ല കേട്ടോ. കുഴപ്പമില്ല, ഞാൻ കയറിക്കോളാം. ഒരു യൂട്യൂബറുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. എന്ത് റിസ്ക് എടുക്കുമ്പോഴും അത് ഷൂട്ട് ചെയ്യേണ്ടത് അല്ലേ? അറിയണല്ലോ. എന്നിട്ടും പറയും നമ്മൾ പണിയെടുക്കുന്നില്ല. പണിയെടുത്ത് തിന്നടാ നാറി.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമന്റ് ആണ്. ആണത്. അതുകൊണ്ട് അങ്ങനത്തെ കമന്റ് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പോയാലോ ഭയ്യ? താങ്ക് യു. സംഭവം ഭയങ്കര മോശമാണ്. അവന്റെ ഹെൽമെറ്റ് കൊടുക്കാൻ അവൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. പക്ഷെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. തുടക്കമായതുകൊണ്ട് കുറച്ചുകൂടി ആകുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് എന്താ പറയാ ചാടി ഓടി കളിക്കും. ശീലായിക്കോളൂ. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ അവളെ ഇതിന്റെ പൊക്കത്ത് അഭ്യാസം കളിക്കും. നമ്മളവിടെ ഹെൽമെറ്റ് തിരിച്ചു കൊടുത്തിട്ട് പിന്നെ ഇനി മങ്കനിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോന്നപ്പോൾ റോഡ് പറ്റ പൊളിഞ്ഞു പോയ റോഡാണ് കേട്ടോ. അതായത് മങ്കൻ ജില്ലയാണ് ഇതെല്ലാം. അപ്പോൾ മങ്കൻ ജില്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് മങ്കൻ എന്ന് പറയുന്നത്. ചെറിയൊരു ടൗണാണ്. അവിടെയാണ് നമ്മുടെ DC ഓഫീസ് വരുന്നത് കേട്ടോ. അങ്ങോട്ടാണ് നമ്മൾ പെർമിഷന് വേണ്ടി പോകുന്നത്. പോകുന്ന വഴിക്കുള്ള ഈ ഒരു റോഡ് കണ്ടോ. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഈ റോഡൊക്കെ ലാൻഡ് സ്ലൈഡിൻ്റെ ആയിട്ടും ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി എന്ന്. അതിൻ്റെ ഒരു ഭീകരത ശരിക്കും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ശരിക്കും ഡബിൾ ലൈൻ റോഡാണ് കേട്ടോ. 2 ലൈനിലെ റോഡാണ്. ഇവിടെ ഒരു ട്രാക്ക് പോലും മുഴുവനായിട്ടില്ലാത്ത രീതിയിൽ ബാക്കിയെല്ലാം പൊളിഞ്ഞു പോയി. ഓക്കെ, ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഭീകരത മനസ്സിലാകുക. കണ്ടോ, റോഡ് ശരിക്കും അങ്ങോട്ട് പോയിക്കാണ് താഴത്തേക്ക്. കണ്ട, ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങോട്ട് പോയി. നമ്മൾ വന്ന വഴിയാണ് താഴെ കാണുന്നത്. ഇതാണ് അവസ്ഥ. ഏകദേശം നമ്മൾ താമസിക്കുന്ന ടിങ് ചിം 0 എന്ന സ്ഥലത്തു നിന്ന് ഒരു 9 കിലോമീറ്ററാണ് കേട്ടോ മങ്കനിലേക്ക്. മങ്കൻ ടൗണിലെത്തി. ഇതാണ് ഈ ഏരിയയിലെ ഏറ്റവും വലിയൊരു ടൗൺ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ടൗണിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഒരു മല കയറി വന്ന്, എല്ലാം മലയാണല്ലോ അല്ലേ. നമ്മളിപ്പോൾ ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററിൻ്റെ അടുത്തെത്തിട്ടോ. അതാണ് DC ഓഫീസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് നമുക്ക് പെർമിഷൻ കിട്ടുക. പക്ഷേ വരുന്ന വഴിക്ക് നമ്മൾ ഒരു ചേട്ടനെ കണ്ടിട്ടോ. ഒരു തമിഴ്നാട്ടിലുള്ള ചേട്ടനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മളെ കുറച്ച് നിരാശപ്പെടുത്തുന്നതാണ്. അവിടെ പോവേണ്ടതല്ലേ? അല്ല, ഒന്ന് മങ്കം പോവാ. മകൻ അവിടെ ഒന്നുമില്ല. മകനില്ല. അല്ല, ജസ്റ്റ് ലാച്ചുങ് ഓപ്പൺ ആവുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വഴിയിൽ പോയാൽ മതി. ബ്രിഡ്ജില്ല അവിടെ നമ്മുടെ ആളുകളുണ്ട്. അവിടെ പോയാൽ മതി. പെർമിറ്റ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ പെർമിറ്റ് വേണമല്ലോ. സാർ എവിടെയാ നാട്ടിലെ? ഞാൻ തമിഴ്നാട് സാർ. തമിഴ്നാട് കൃഷ്ണഗിരി ബാംഗ്ലൂർ പക്കം. അല്ല, നിങ്ങൾ പരിചയമുള്ളതല്ലേ? ഇല്ല, ഞാനിപ്പോ ഞാൻ വിചാരിച്ചു സാർ ഇങ്ങനെ സംസാരിച്ചു തന്നപ്പോ പരിചയമുള്ള വിചാരിച്ചു. വണ്ടി വരുമ്പോ അന്ന് ജസ്റ്റ് കണ്ടു. മകൻ പോണമാ. മകൻ പോയിട്ട് പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് കിടക്കുമ്പോ ഇല്ലെന്ന് കേൾക്കുന്നത്. ഓക്കെ. സാറ് പേര്? പെരുമാൾ. എന്റെ പേര് പെരുമാൾ. കുറെ നാളായി ഇവിടെ? ഇവിടെ 2 വർഷമായി. 2 വർഷമായി. അവിടെ ആ ബ്രിഡ്ജ് അടുത്ത് നമ്മുടെ അവിടെ രാജേഷ് ഉണ്ട്. കേരള രാജേഷ് ഈ ബ്രിഡ്ജിൽ തിരിച്ചു വരാൻ സമയത്തില് അവിടെ രാജേഷിന് ചോദിച്ചപ്പോൾ നമ്മുടെ കാണാം. തമിഴ് അയാൾ കേരളാണ് രാജേഷ്. അപ്പോൾ മീറ്റ് ചെയ്യാം. ഓക്കെ, ശരി സാർ, താങ്ക് യു. അപ്പോൾ നമ്മളെ പ്രതീക്ഷ കുറച്ച് പോയി. അങ്ങോട്ട് ചാൻസ് ഇല്ല എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അതല്ലെങ്കിൽ കൂടി നമുക്ക് വേറെയും ചില സ്ഥലത്തേക്കുള്ള പെർമിഷൻ എടുക്കാണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത്. നമുക്ക് പോയി നോക്കാം. സംഭവം കുറേ കോംപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. കുറേ കഥ പറയാനുണ്ട്. നമ്മൾ നേരെ DC ഓഫീസിൽ ചെന്നു. പെർമിറ്റ് സെക്ഷനിൽ ചെന്ന് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അവിടുത്തെ ADM കാണാൻ പറഞ്ഞു. അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ പെർമിഷൻ തരാമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ 2 ഫോട്ടോ, ID കാർഡിൻ്റെ കോപ്പി എന്ന് പറഞ്ഞ് ഞങ്ങൾ എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ പിന്നെ വീണ്ടും താഴെ വന്നിട്ട് ഫോട്ടോ കോപ്പി എടുത്തിട്ട് തിരിച്ചു പോയി കേട്ടോ. അപ്പോഴാണ് വേറൊരു കോംപ്ലിക്കേഷൻ കേട്ടോ. അതിൻ്റെ മുന്നൊരു കാര്യം പറയട്ടെ. നമ്മൾ പ്രധാനമായിട്ടും പോകാൻ തീരുമാനിച്ചിരുന്ന ലാച്ചൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം കൺഫേം ആയി. അതായത് ശ്രുതി ഇവിടെ ഒരാഴ്ചയായിട്ട് സ്റ്റേ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ലാച്ചനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. 2 ആഴ്ച, ഇത് 3ാമത്തെ ആഴ്ചയാണ്. 1 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ആ റോഡ്, ആ ഭാഗം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറക്കും എന്ന് പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്തത്. പക്ഷെ അത് തുറക്കുന്നില്ല എന്നുള്ള കാര്യം കൺഫേം ആയി. അതൊരു കിംവദന്തി മാത്രമായിരുന്നു. അപ്പോൾ 1ാമത്തെ കാര്യം ക്യാൻസലായി, അത് നടക്കില്ല എന്ന് കൺഫേം ആയി. പിന്നെയുള്ള നമുക്കുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ജോങ്കു, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഇവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിൾസ് താമസിക്കുന്ന സ്ഥലം. അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ വേറൊരു ആഗ്രഹമാണ് തുളുങ്കുമ്പ. അതായത് തുളുങ്കുമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് പോകണമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നവർക്ക് കാണുന്നില്ലേ, ഈ ഇവിടെ കാണുന്ന ലാസ്റ്റ് മലല്ലേടാ, ഇതല്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നാ പറഞ്ഞത്. അവിടെയാണ് തുളുങ്കുമ്പ. മല കയറി ഇറങ്ങണം. അതായത് കുറേ മണിക്കൂർ, അതായത് ആദ്യം നമ്മൾ വണ്ടിയിൽ ടാക്സിയിൽ പോയതിന് ശേഷം പിന്നെ കുറേ മണിക്കൂർ ട്രെക്ക് ചെയ്തിട്ടൊക്കെ എത്തേണ്ട സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവരുടെ ആചാരപ്രകാരമുള്ളൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അത് 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുള്ളൂ. ഇപ്പം അതിൻ്റെ സമയമാണ്. ബിരാജ് ബ്രോയും കാലിംഗ് ബ്രോയും ഒക്കെ പോയി. അവർ നേരത്തെ അതിന് വേണ്ടി തയ്യാറെടുത്ത് നിന്നതാണ്. അപ്പോൾ നമ്മൾ പെർമിറ്റ് എടുത്തിട്ടില്ലല്ലോ. അതും ഈ ജങ്കു എന്ന് പറയുന്ന ആ ഒരു റീജിയനിൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്കും പെർമിറ്റ് എടുത്തേ പറ്റുള്ളൂ. അപ്പം എന്നാൽ പിന്നെ ശരി, ലാച്ചൻ വേണ്ട,
ഈ ജങ്കുക്ക് എടുക്കാം, കിട്ടുന്നതാവട്ടെ. നമ്മുടെ വലിയ ആഗ്രഹം അതായിരുന്നു, ജങ്കു ആയിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അതെ അതെ അതെ, അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി ട്രൈ ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അവിടെ ഇവരിങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന സ്ഥലമാണ്. വെറുതെ അങ്ങോട്ട് ചില സ്ഥലമല്ല, വെറുതെ അങ്ങോട്ട് മണ്ടി ചെല്ലാൻ പറ്റൂല. മണ്ടി ചെല്ല എന്ന് പറഞ്ഞാൽ ഓടിച്ചില്ല കേട്ടോ. അപ്പോൾ അവിടേക്ക് പെർമിറ്റ് എടുക്കണം. പെർ ഡേ ഒരാൾക്ക് ഒരു നിശ്ചിത ഫീസ് ഉണ്ട്. പിന്നെ അവിടെ ഹോം സ്റ്റേ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ വെച്ചിട്ട് വേണം പെർമിറ്റ് എടുക്കണം. അപ്പോൾ ഈ DC ഓഫീസിലത്തെ സ്റ്റാഫിനെ നമ്മളിവിടെ താഴത്തൊരു ട്രാവൽ ഏജൻസിക്ക് പറഞ്ഞു വിട്ടു. അവർ ചെയ്യുകയാണെങ്കിൽ അവരുടെ രീതിയിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളവിടെ വന്നു. ഇപ്പോൾ പിന്നെയും കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ ഈ ഹോം സ്റ്റേക്ക് 1500 രൂപ പെർ ഹെഡ്, ഒരാൾക്ക് 1500 രൂപ ചാർജ്, ഒരു രാത്രിക്ക് ചാർജ് പറഞ്ഞത്. 2 പേർക്ക് 3000 രൂപയാവും ചാർജ്. പിന്നെ 3 ദിവസത്തേക്കാണ് മാക്സിമം പെർമിറ്റ് തരിക. പെർമിറ്റിന് ഒരാൾക്ക് ഇവർ പറഞ്ഞ റേറ്റ് ഒരാൾക്ക് 200 രൂപയാണ് ഒരു ദിവസത്തേക്ക്, വണ്ടിക്ക് 200 രൂപ. അപ്പോൾ ഇത് ഇവരുടെ ചാർജ് കൂടി കൂട്ടിയിട്ടായിരിക്കും, സർവീസ് ചാർജ് കൂടി കൂട്ടിയിട്ടായിരിക്കും. അപ്പം നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത് ഒരു കാര്യമുള്ളത്, ഹോം സ്റ്റേ ബുക്ക് ചെയ്താൽ മാത്രം മതി. ഹോം സ്റ്റേൻ്റെ പേയ്മെൻറ്റ് ഇപ്പോൾ ചെയ്യേണ്ട. നമ്മൾ താമസിക്കുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോരാണെങ്കിൽ പിന്നെ ആ പൈസ പ്രശ്നമില്ല, കുഴപ്പമില്ല, കൊടുക്കണ്ട. അപ്പോൾ തൽക്കാലം നമ്മൾ 3 ദിവസത്തേക്ക് ജങ്കുവിലേക്ക് പോകാനുള്ള പെർമിറ്റ് എടുക്കാൻ വേണ്ടി പുള്ളിനെ ഏൽപ്പിച്ചു. പുള്ളി പോയിട്ട് അത് എടുത്തിട്ട് വരും. അതിന് 1000 രൂപ പേ ചെയ്തു. അപ്പോൾ തന്നെ പോയി സൈനും കാര്യങ്ങളൊക്കെ ഇട്ട് സീലൊക്കെ ഇട്ട്. അതെ അതെ, നിങ്ങൾ ഇനിയിപ്പോൾ മല കയറി വരണ്ട, നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയിട്ടോ. അപ്പോൾ ആ റിലാക്സ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? കിട്ടുമായിരിക്കും. എന്ത് രസമല്ലേ ഇവിടുന്ന് വ്യൂ. പെർമിഷൻ കിട്ടുമായിരിക്കും. അത് കൂടാതെ അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഇതുവരെ അധികം അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും പോകാത്ത, ടൂറിസം മേഖല അല്ലാത്ത പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ ഇവിടെ നിന്ന് വന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നു. അവിടെ എന്തായിരിക്കും ആളുകളുടെ ജീവിതം, എന്തായിരിക്കും അവിടുത്തെ കാഴ്ച, ഇവരൊക്കെ പറഞ്ഞ് ഇതായപ്പോഴത്തേക്കും നമുക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സംതിങ് ഡിഫറെന്റ് ആണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ ഒരു തൊരയാണ്, അങ്ങോട്ടൊന്ന് പോകണല്ലോ എന്നുണ്ട്. എന്തായാലും നമുക്ക് അതിന് കഴിക്കല്ലേ, നല്ല വിശപ്പുണ്ട്. നമ്മളിപ്പോൾ നിന്ന് സംസാരിച്ച സ്ഥലമല്ലേ ഇത്, ഇവരുടെ ടാക്സി സ്റ്റാൻഡ് കേട്ടോ. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ടാക്സികളാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു ബോർഡ് ഇരിക്കുന്നത്. ഈ ബോർഡ് ഇപ്പോൾ ഈ പോകുന്ന വണ്ടീൻ്റെ മുകളിൽ നിന്ന് താഴെ വെച്ചാണ് കേട്ടോ. സിങ്കിക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ടാക്സിയാണ്. അപ്പോൾ ആദ്യം പോകുന്ന വണ്ടി ഏതാണോന്ന് ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. സിങ്കിക്കിലേക്കുള്ള ഫസ്റ്റ് ടേൺ ആദ്യം പോകുന്ന ടാക്സി ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ വേറൊരു ടാക്സിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, പക്ഷേപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആദ്യം പോകുന്ന വണ്ടി ഇതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ബോർഡ് വെച്ചേക്കണം. ഫസ്റ്റ് ടേൺ പക്ഷേപ്പ്, ഈ വണ്ടി പോകും കണ്ടോ. അപ്പോൾ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. ഫുഡ് കഴിക്കണ്ടേ? ഒന്ന് പോയിട്ട് വരാം, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാം. വാ. ഓക്കെ വയ്യ, താങ്ക് യു, ബൈ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നടന്നു കേട്ടോ. ഇവിടെ ഈ ടൂറിസ്റ്റുകൾ വരുന്നില്ലാത്തത് കൊണ്ടേ അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് അല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് കിട്ടി, ഒരു ശങ്ക ഒന്നുകൂടി നടന്നാലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ക്ഷീണിച്ചിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ. എടാ കളിച്ചിരിക്കാതെ വാ, വിശക്കുന്നു. അപ്പം ഇനി ഡിന്നർ തന്നെ കഴിക്കേണ്ടി വരും. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് അന്വേഷിച്ച് നടന്ന് ഇപ്പോൾ തീരുമാനമായില്ല കേട്ടോ. പിന്നെയും ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ട്രാവൽസേരം വന്ന് ബൈക്കിൽ പെർമിറ്റ് സെറ്റാണെന്ന് പറഞ്ഞിട്ട് വന്ന്. അപ്പോൾ നമുക്ക് ജങ്കു ഓക്കെ പെർമിറ്റ് എടുത്ത് തരുന്ന ആൾക്കാരൊക്കെ റൈഡേഴ്സാണ് കേട്ടോ. ഭയ്യൊക്കെ ഗാഡിയാണ്. മൂപ്പരുടെ സുഹൃത്ത്, മൂപ്പരുടെ ബോസാണ് തോന്നുന്നുണ്ട്, ട്രാവൽസിന്റെ ഓണറാന്ന് തോന്നുന്നു. അവരൊക്കെ റൈഡേഴ്സാണ്. ഈ അടുത്ത് അവര് ലഡാഖൊക്കെ പോയി വന്നു എന്നൊക്കെ പറഞ്ഞു. കിട്ടി ആണല്ലേ? ഓ നിന്റെ നമ്പറൊക്കെ ഉണ്ടാവും. അപ്പൊ കാണിക്കാൻ പാടില്ല. അങ്ങനെ പെർമിറ്റ് കയ്യോടെ കൈപ്പറ്റി അതിനുശേഷം നമ്മൾ ആ തൊട്ടടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. കണ്ടുപിടിക്കാനൊന്നുമില്ല, നമ്മളിവിടെ വന്ന് നേരത്തെ ചോദിച്ചാണ്. അപ്പോൾ അവിടുന്ന് ഇനിയിപ്പോൾ തൽക്കാലം നമുക്ക് ഡിന്നർ കാര്യമായിട്ട് കഴിക്കാം. സിക്കിം ഈ പ്രാവശ്യം വന്നിട്ട് കഴിച്ചില്ല. ആരായി ഒച്ച ഉണ്ടാക്കണത്? ഇവിടെ നമ്മൾ മോമോ ഓർഡർ ചെയ്തു കേട്ടോ. 2 പ്ലേറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇപ്പം നോക്കുമ്പോൾ ഇത് കുറേ ഉണ്ട്. ഒരു പ്ലേറ്റിൽ 8 എണ്ണം ഉണ്ടാവുന്ന നീ ഓർത്തില്ല. പക്ഷെ അത് കഴിക്കാം അല്ലേ? അപ്പോൾ അതാ മോമോ. ഈ വെള്ളം എന്താണ്? സൂപ്പ്. മോമോ എല്ലായിടത്തും ഉണ്ടാവില്ലല്ലോ.
എല്ലായിടത്തും ഉണ്ടാവില്ല, എന്നാലും ഈ ഒരു ഭാഗത്ത് അധികം മൊമോന്റെ കൂടെ ഉണ്ടാവാറുണ്ടല്ലേ? മോമോന്റെ കൂടെ ഉള്ളതാണ്. അവൻ ഇത്ര നേരം അവിടെ കളിച്ചോണ്ടിരുന്നവനാണ്, അവൻ ഇപ്പൊ നാണം. അവനോട് രക്ഷപ്പെട്ട്. ഹലോ ചിക്കൻ മോമോയാ പറഞ്ഞത്. ചിക്കൻ മോമോ അല്ലേ? ചിക്കൻ മോമോ നോർമലി ചിക്കൻ മോമോ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഇവര് മൊമോയുടെ ചിക്കൻ എടുത്തിട്ട് അതിങ്ങനെ കുനുകുനുകുനാന്ന് അരിയണം. അപ്പൊ എല്ലിന്നൊക്കെ ഇങ്ങനെ വിറപിട്ടിച്ചെടുക്കും. അപ്പം ആ എല്ല് ഭാഗമില്ലേ, എല്ല് വെള്ളത്തിലിട്ട് അതും കൊണ്ട് സൂപ്പാക്കും. അതാണിത്. അതാണ് കുനു കുനെ. നീ ആ പാട്ട് പാടുന്നത് ഞാൻ കേട്ടല്ലോ. എന്റെ ട്രേഡ് മാർക്ക്. ഇവൻ ഇവിടെ ഏതൊരു കല്യാണത്തിന് പോയിട്ടേ ആ പാട്ടൊക്കെ പാടി കുനു കുനെ. ഇവിടെ കല്യാണത്തിന് പാർട്ടിക്കൊക്കെ പോകുമ്പോ നിങ്ങളുടെ ഇതിന്റെ പാട്ട് കേൾക്കണം എന്ന് പറയാം. അപ്പം വേറെ ആരും ഇല്ല, മലയാളികളൊന്നും ഇല്ല, തിരുത്താനോ പറയാനൊന്നും ആരും. നമുക്ക് എങ്ങനെ പാടാം. അപ്പൊ ഞാൻ അങ്ങ് തുറന്നു പാടും. അപ്പൊ ശരി, നമുക്ക് മോമോ കഴിക്കാം. ഇവിടെ മോമോന്റെ കൂടെ സൈഡായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. സാധാരണ ചിലപ്പോ ഒരു ചമ്മന്തി പോലത്തെ സംഭവമൊക്കെ ഉണ്ടാവാറുണ്ട്, ചട്നി. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഒരു കാര്യം പേടിക്കണം നമ്മള്, ഇതിന്റെ പൈസ വെച്ചിട്ടില്ല എത്ര രൂപയാന്നുള്ളത്. ചിലപ്പോ നമുക്ക് ചിക്കൻ താളി കഴിക്കായിരുന്നു നല്ലതെന്ന് തോന്നുന്നു ലാസ്റ്റ്. മോമോ കൊള്ളാം കേട്ടോ. ഒരു 6 പീസ് കഴിച്ചു. സംഗതി അത്യാവശ്യം നല്ലോണം വയറ് നിറഞ്ഞു. ഇപ്പൊ എനിക്ക് പല രീതിയിൽ കഴിച്ചു നോക്കിയപ്പോ ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുക്കുന്നു. അതിനുശേഷം ഈ മുളകിന്റെ ഒരു സംഭവം ഉണ്ട് കേട്ടത്. ചമ്മന്തി അല്ലേ, ചട്നി. അതിങ്ങനെ അത്യാവശ്യത്തിന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കുന്നു. കുറച്ച് ഓവറാകും. ഇവിടെ മുളകുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കൈ പിടിക്കുന്നു. ഇതിങ്ങനെ അയക്കുന്നു. മുളകല്ല, ഉള്ളി. വാ നിറച്ചിട്ടിട്ട് അങ്ങോട്ട് ചവയ്ക്കുമ്പോ ഒരു പ്രത്യേക ഒരു അനുഭവം അല്ലേ. दीदी मोमो चाय. थैंक यू सो मच. फिर आएगा. आइए. आपका नाम क्या है दीदी? संजू. संजू. वीडियो मत फुल कैमरा दीदी പേടിച്ചു പോയി. ഓക്കെ ബൈ ബൈ. ओके बाय बाय. സംഭവം നമ്മളൊന്ന് ലഘുവായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണെങ്കിൽ പോലും അത് കുറച്ച് ഭീകരമായിട്ടോ. 8 മോമോ, അതും നല്ല വലിപ്പം ഉണ്ടായിരുന്നു. നന്നായിട്ട് വയറ് നിറഞ്ഞു. ലാഭമായി. ഇനിയിപ്പോ ഡിന്നർ വേണ്ട. ഡിന്നർ വേണ്ട എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ സമയം 5 മണിയാകും. 5 ആയിട്ടില്ലല്ലോ. 4:45 ആയപ്പോഴത്തേക്കും ഇരുട്ടായി. അങ്ങനെ ഇന്നലെ രാത്രി മംഗനിയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ കുറച്ചു നേരം റൂമിൽ പോയിരുന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ പോയി കിടന്നുറങ്ങി. ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ രാവിലെയാണ് നമ്മളിന്ന് ജൊങ്കുവിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ വണ്ടിയിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബോക്സും ഇവിടെ ഒരു ബോക്സും മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ കുക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ബോക്സ് ആയിരുന്നു. അതെടുത്ത് നമ്മൾ അവിടെ റൂമിൽ വെച്ചു. നമ്മൾ തൽക്കാലം കുക്കിങ്ങിന് ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് ഈ ഒരു ബോക്സും കാലിയാക്കിയിട്ട് എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ, നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ 3 ദിവസമൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, നമ്മൾ സ്ഥിരം അനുഭവിക്കുന്ന സംഗതിയാണ്. നമ്മളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് അധികം ആൾക്കാർക്കും വൈഫൈ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പ് ഇതൊരു മൊബൈൽ ഷോപ്പാണ്. കാലിംഗ് ബ്രോയുടെ സുഹൃത്തിൻ്റെയാണ്. അപ്പോൾ കാലിംഗ് ബ്രോ നമുക്ക് പുള്ളിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ പ്രശ്നം പുള്ളി തുറന്നിട്ടില്ല. നമുക്കെന്താ വെച്ചാൽ പുള്ളി തുറക്കുന്നവരെ വെയിറ്റ് ചെയ്യാനും നമുക്ക് സമയമില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. അവിടെ വൈഫൈ ഉണ്ട്, പക്ഷേ ഒട്ടും സ്പീഡില്ല. അവിടുന്ന് അപ്ലോഡ് ആവില്ല. ഞങ്ങൾ വിചാരിച്ചിരുന്നു പുള്ളി അടച്ചു പോയാലും നമുക്ക് അവിടെ പുറത്ത് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷെ നോക്കുമ്പോൾ പുള്ളി അത് ഓഫ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അത് നമ്മൾ പറയാൻ മറന്നു. നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി അത് ഓൺ ആക്കിയിട്ടിട്ട് പോകുമായിരുന്നു. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാം. നമുക്ക് അങ്ങോട്ട് ഒരുപാട് ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് കുറേ സമയം ഇവിടെ ചിലവഴിക്കാനും പറ്റില്ല. നമ്മൾ 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചത് ഇപ്പോൾ തന്നെ ഏകദേശം 8:45 ആയിട്ടോ രാവിലെ. എന്തുവാടേ ഇവൻ ഇനി നമ്മളെ പരിചയമായിട്ടില്ല. നമ്മൾ ഇനിയും പരിചയമായിട്ടില്ല. ഓരോ പ്രാവശ്യം വരുമ്പോഴും കുറച്ചോണ്ടിരിക്കും. നിങ്ങൾ വന്നപാടെ എന്താ ചെയ്ത പെട്ടിനെ? എന്നോട് ഈ പ്രശ്നമില്ലായിരുന്നു പെട്ടിക്ക്. എന്നെ കണ്ടപ്പോ തുടങ്ങിയതാണ്. ഒരു വിധം സെറ്റായി. ഇവിടെ ഒരു വൈഫൈ ഉണ്ട് കേട്ടോ, ഇവന്മാരുടെ വൈഫൈ. പക്ഷെ അത് ഒട്ടും സ്പീഡില്ല. ഹോട്ടൽ സെവാരം പാസ്വേഡ് പറഞ്ഞു തരില്ല. പാസ്വേഡ് പറഞ്ഞു തരില്ല.
क्या भैया ना ना सुबह निकलोगे आप लोग सुबह शाम को पहुंचेगा 2 घंटा നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീഡിയോ അപ്ലോഡൊക്കെ ചെയ്തിട്ട് ഇറങ്ങിട്ടോ. അപ്പൊ നമ്മളൊരു മലമുകളിലേക്ക് ഒരു ഫുൾ ഡേ നടക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സംഗതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നേ. അത് നമ്മളിപ്പോ ഈ പോകുന്ന ജംഗുവിൽ നിന്നാണ്. ജംഗു അത് പുള്ളി ചോദിക്കണം അങ്ങോട്ട് പോകണില്ലേന്ന്. അപ്പൊ ഞങ്ങള് നോക്കട്ടെ, ഒരുപാട് നടക്കാനുണ്ട്. എന്താ ഞങ്ങൾ പറഞ്ഞു നോക്കട്ടെ, എന്താ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അവിടെ പോയി നോക്കട്ടെ, ഒരു ഫുൾ ഡേ നടക്കണം എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു 2 മണിക്കൂർ നടന്നാൽ മതി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ ആൾക്കാർ പറയുന്നത്, കുറെ സമയം എടുക്കുമല്ലോ. അത് പുള്ളി വിശദമായി പറഞ്ഞിട്ടാണ്. നിങ്ങളിപ്പോ രാവിലെ പുറപ്പെട്ടാ വൈകുന്നേരം അവിടെ എത്തും, 2 മണിക്കൂർ നടന്നാൽ മതി. खाली 2 घंटा सिर्फ सुबह से शाम को तक 2 घंटे. यहाँ से जाते जाते तो क्या मतलब ओके, थैंक यू. ओके ब्रदर फिर मिलेंगे. ओके बाय. यहाँ से क्या आप लोग ऐसे बाई रोड जा रहे हो या बाय रोड नीचे बाई रोड जा रहे हो? നമ്മൾ അവിടുന്ന് അങ്ങനെ പുറപ്പെട്ടു കേട്ടോ. ആക്ച്വലി നമുക്ക് പോവേണ്ടത് നമ്മളിപ്പോൾ പല പ്രാവശ്യം പല വീഡിയോയിലും കാണിച്ചാണ്. അതായത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന റോഡിൻ്റെ താഴത്ത് ടീസ്റ്റാ നദിൻ്റെ അപ്പുറത്ത് കാണുന്ന മലനിരകളാണ് ഈ ജംഗു എന്ന് പറയുന്ന ഏരിയ. ആ ഏരിയ മൊത്തം അതാണോ എന്ന് അറിയില്ല കേട്ടോ, അതൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിതാ ഓൺ ദ വേ ആണ്. ഇനി നമ്മുടെ പാലം എവിടെ വരുന്നത്? നമ്മുടെ പാലം താഴോട്ട് ഇറങ്ങണം. ആക്ച്വലി നമുക്ക് നമ്മളൊരു പാലം പൊളിഞ്ഞത് ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ. അവിടുന്ന് ആ പാലത്തിൽ കൂടി ഈസി ആയിട്ട് പോകാമായിരുന്നു. പക്ഷെ അവിടെ ആ പാലില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കുറേ താഴേക്ക്, നമ്മൾ സിലിഗുരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് തിരിച്ച് താഴേക്ക് കുറേ ഇറങ്ങി പോയിട്ടാണ് നമുക്ക് പോവേണ്ട പാലം വരുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇനി ആ പാലം അവിടെ താഴെ പോയി ക്രോസ് ചെയ്തതിന് ശേഷം നമുക്ക് പോവേണ്ട റോഡാണ് ഈ കാണുന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ ഈ വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടോ. വണ്ടികൾ പാസ് ചെയ്യുന്നത് കാണുന്നില്ലേ? ആ ഉണ്ട്. ആ വഴിക്കാണ് നമുക്ക് പോവേണ്ടത്. യെസ്, റോഡ് എന്തായാലും നല്ലതല്ല, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് സ്ലൈഡ് ഉണ്ടായിട്ട് മൊത്തം പൊളിഞ്ഞു പോയത് കാണുന്നുണ്ട്. സാർ എവിടെ സ്ഥലം? എൻ്റെ കായംകുളത്താ. ഗ്രഫിലല്ലേ? ഓക്കെ. ഞാൻ കണ്ണൂരാണ്. ഞാൻ പാലക്കാടാ. നമ്മളപ്പോൾ ആ ടീസ്റ്റാ റിവർ ക്രോസ് ചെയ്യാനുള്ള ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു പെരുമാൾ സാറിനെ കണ്ടില്ലായിരുന്നോ? ബിആർഒയുടെ ഗ്രഫിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞാണ് നമ്മുടെ നാട്ടുകാരുണ്ട്, നിങ്ങളുടെ നാട്ടുകാരൻ ഉണ്ട്, മലയാളിയായിട്ട് രാജേഷ് സാർ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്ന ഈ പാലം നമുക്ക് ക്രോസ് ചെയ്യേണ്ടത്. ഇത് വലിയ വണ്ടി പോകും, ഓൺലി 1 വെഹിക്കിൾ അറ്റ് എ ടൈം, ഹെവി വെഹിക്കിൾ നോട്ട് അലൗഡ്. അതാണ്. പക്ഷെ അത് ഇത്രയും വലിയ ലോറി ഇപ്പോൾ അങ്ങോട്ട് പോയതാണോ? അതല്ലേ. പിന്നെ അതിനേക്കാളും വലുത് വേറെ ഏതാ ഹെവി വെഹിക്കിൾ? 20-30 വീലുള്ള വെഹിക്കിളായിരിക്കും ഉദ്ദേശിച്ചത്. അതായിരിക്കും ഹെവി അല്ലേ? ഞാൻ മോനെ ഇവിടെ അധികം നേരം നിൽക്കണ്ട, അതെ നമ്മൾ തലക്ക് മുകളിൽ തന്നെ പാറ വെക്കുന്നുണ്ട്. പോയേക്കാം. ഇതാണ് കേട്ടോ പാലം. ഈ പാലം കാണുമ്പോൾ ഇതിൽ കൂടി വലിയ ലോറി ഒന്നും പോകാൻ പറ്റും നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ തീസ്താ നദിയെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. താഴേക്ക് വരുമ്പോ അല്ലേ? ഇവിടെ തീസ്താ നദി ഇങ്ങനെ ഒരു പച്ച കളറായി വരുന്നുണ്ട് വെള്ളം. അതിനെങ്ങനെ ഈ സാധനം സൗണ്ട് ഉണ്ടാക്കുന്നത്? പടപടപടായെന്നുണ്ട്. നോർമലി ഇരുമ്പിന്റെ സാധനങ്ങളല്ലേ, ഇരുമ്പ്. ശരി. ഇത് പലകയാണല്ലേ? അത് പല സ്ഥലങ്ങളിലും മാറി മാറിയുണ്ട്. ഇതാണോ പെർമിറ്റ് കാണിച്ചു കൊടുക്കേണ്ട സ്ഥലം? ചോദിച്ചാൽ കാണിക്കാം, അല്ലെങ്കിൽ കാണിക്കണ്ട. ഓക്കെ. അങ്ങനെ നമ്മളോട് വണ്ടി സൈഡാക്കാൻ പറഞ്ഞു. ഒരു ഭാഗ്യം തന്നെ, നമ്മൾ പെർമിറ്റ് എടുത്തതിന് ഗുണമുണ്ട്, ഇല്ലെങ്കിൽ കാണിക്കേണ്ട വന്നില്ലെങ്കിൽ നഷ്ടം വന്നേനെ. ശരിയാ. ഇനി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന എങ്ങനെയാ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഇവൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. യെസ്. അപ്പോൾ നമ്മൾ പെർമിറ്റ് കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു കോപ്പി അവർ എടുക്കുക ചെയ്തേ. ഒരു കോപ്പി അവർ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ അവിടെ കൊടുക്കണം. ഒറിജിനൽ അവിടെ കൊടുക്കണം, എന്നിട്ട് നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് ഇനി 3 ദിവസം ജംഗു. ഈ ഒരു മലയുടെ മുഖത്ത് ഇവിടെ വേണേലും പോകണം. ഈ ജംഗു എന്നുള്ള വാക്ക് പറയുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ജംഗു സിമ്പിളായിട്ട് പറയാം, പക്ഷേ അതിൻ്റെ സ്പെല്ലിങ് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ കിട്ടൂല. ഇതാണ് അതിൻ്റെ സ്പെല്ലിങ്, DZONGU. അപ്പോൾ ഇതാണ് നമുക്ക് എൻട്രി ചെയ്യാനുള്ള കവാടം. അങ്ങനെ എന്തായാലും നമ്മളുടെ ഇന്നലത്തെ ഒരു ദിവസത്തെ ഒരു മുഴുവൻ പകലിൻ്റെ പരിശ്രമം ആണ് കേട്ടോ നമുക്ക് ആ പെർമിറ്റ് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ ആ പെർമിറ്റ് കാണിച്ചു കൊടുത്ത് അകത്തെത്തി. ഇനിയിപ്പോൾ ടെൻഷനൊന്നുമില്ല. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ആ ഒരു കൺഫ്യൂഷനായിരുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ടീസ്റ്റേയുടെ അങ്ങോട്ടൊന്നും ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ടീസ്റ്റേ തൊട്ടില്ല, തുടർന്നപ്പോൾ തൊട്ടാൽ നമ്മൾ താഴെ എത്തുന്നാണ് പറയുന്നത്. അല്ല, ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. കുറച്ച് താഴെ അങ്ങോട്ട് ഇറങ്ങാൻ വരാം. അതായത് നമ്മളിപ്പോൾ അവിടെ പോയിട്ട് ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അവിടെ ഇവിടുത്തെ ഒരു തദ്ദേശീയരായ ഒരു സുഹൃത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ കുറച്ച് നേരം അവിടെ പോയി ഇങ്ങനെ ഇരുന്നു. ഇവിടെയാണ് നമ്മളെ ബെഞ്ചിലിരുന്നത് കേട്ടോ.
ആ കറക്റ്റ് ഇരുന്ന സ്പോട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു പാലം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട പാലം, ശരിക്കുമുള്ള കോൺക്രീറ്റിൻ്റെ പാലം. ഇതൊക്കെ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, അന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായി കഴിഞ്ഞാൽ വലിയൊരു പ്രളയം വെള്ളപ്പൊക്കമൊക്കെ അന്ന് ഈ കുത്തി ഒലിച്ച് വന്ന പുഴയിൽ അങ്ങോട്ട് പോയതാട്ടോ, പൊളിഞ്ഞു പോയതാണ് ആ പാലം. അതിനുശേഷം ഇവിടെ കണ്ടോ ഒരു തൂക്കുപാലമുണ്ട് കണ്ടോ, തൽക്കാലത്തേക്ക് ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് പണിതാണ് ഈ തൂക്കുപാലം. ആ ഒരു ഏരിയക്ക് പറയുന്ന പേര് ഡിക്ചു എന്നാണ് കേട്ടോ. ഈ ഒരു ഏരിയക്ക് പറയുന്ന പേര് ഫിദാങ് എന്നാണ്. ഫിദാങ് ഇവിടെ പിന്നീട് ഒരു മാസം കൊണ്ട് വണ്ടികളൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ പണിതാണ് ഈ ഒരു പാലം കണ്ടോ. ഇവിടേക്ക് ഫിദാങ് എന്നാണ് പറയുക. ഇവിടെ അവിടെ കണ്ടില്ലേ ഹെവി വെഹിക്കിൾസ് പോകാൻ പാടില്ലാന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം വലിയ ലോഡ് കൊണ്ടുള്ള ലോറികളൊക്കെ പോകുന്നുണ്ടോ. ഇത് കാലി വണ്ടിയാണ്, ഇത് മിലിറ്ററി വണ്ടിയാണെന്ന് സംശയമുണ്ട്. പക്ഷേ ലോഡും കൊണ്ടുള്ള വണ്ടികളൊക്കെ ഇതാ ഇവിടെ സിമെൻറ്റ് എന്തോ കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ വേറെ ലോഡ് വണ്ടി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ആ പാലം കടന്ന് ഇങ്ങോട്ട് വന്നതിനാണ് കേട്ടോ. ഈ ഒരു നാട്ടിൽ മൊത്തം 10-ലധികം വലിയ പാലങ്ങളും 2 ഡാമും ഉണ്ടോ തകർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത എത്ര ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ, അന്നത്തെ വെള്ളത്തിൻ്റെ പവറൊക്കെ എത്ര ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഒന്നും ഇപ്പോൾ വെള്ളമില്ല കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് മാത്രമേ, ആ സൈഡിൽ കൂടി മാത്രമേ ഇപ്പോൾ വെള്ളം ഒഴുകുന്നുള്ളൂ. നീ വെള്ളം തൊട്ടോ? വെള്ളം വേണമെങ്കിൽ ഇവിടെ തൊടാം. നമ്മൾ അങ്ങോട്ട് തൊടാൻ പോയപ്പോൾ ഒരു വിസിലടി കേട്ടു. അപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ടേസ്റ്റ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയിട്ടാണ്? നമ്മൾ വെസ്റ്റ് ബംഗാളിൽ പോയി പൊക്കിയെടുക്കും. നമ്മളെ സിലിഗുരി വെസ്റ്റ് ബംഗാളിൽ നിന്ന് കിട്ടി. ഇല്ലെങ്കിൽ പിന്നെ ബംഗ്ലാദേശും കടന്ന് ബേ ഓഫ് ബംഗാളിലെത്തും. അതാകുമ്പോൾ ലാഭമാകും, വിസ എടുക്കാതെ ബംഗ്ലാദേശ് കയറാൻ പറ്റും. അതായത് ടീസ്റ്റ ഉത്ഭവിക്കുന്നത് നമ്മുടെ സിക്കിമിൽ തന്നെയാണ് കേട്ടോ. സിക്കിമിൽ നമ്മുടെ കാഞ്ചൻജംഗ വാലി നിന്നാണ് ടീസ്റ്റ ഉത്ഭവിക്കുന്നത്. അത് ഉത്ഭവിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ സിക്കിമിലൂടെ താഴേട്ട് ഒഴുകിയിട്ട് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെത്തും. വെസ്റ്റ് ബംഗാളിൻ്റെയൊക്കെ ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ജസ്റ്റ് വായിച്ചപ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ കാർഷിക മേഖലക്കൊക്കെ അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വൈറ്റൽ റോൾ വഹിക്കുന്ന ഒരു നദിയാണ് ടീസ്റ്റ നദി. അത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ബംഗ്ലാദേശിലേക്ക് എത്തിയിട്ട് പിന്നെ ബ്രഹ്മപുത്രയുമായിട്ട് ലയിക്കും. നമ്മളെ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൻ്റെ ജമുന നദിയായിട്ട് ലയിച്ചതിന് ശേഷം പിന്നീട് പത്മയിലേക്ക് രണ്ടും കൂടി പോയി ലയിക്കും. പത്മ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. പത്മ നദി, ബംഗ്ലാദേശിലെ പത്മ നദി പറഞ്ഞാൽ നമ്മുടെ ഗംഗയാണ്. അങ്ങനെ പിന്നെ ഇതൊക്കെ കൂടെ പോയാണ്ട് നേരെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലേക്ക് ചെന്ന് ചേരും. യെസ്, അതാണ് ടീസ്റ്റയുടെ ജീവചരിത്രം. എന്നാ പോയാലോ? അങ്ങോട്ട് ഒഴുകി അങ്ങ് എത്തി. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ ഈ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയില്ല, ജങ്കുവിലേക്ക് പോകാനുള്ള പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലും അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇനി എന്തായാലും ജങ്കു ഒരു പുതിയ സ്ഥലമാണല്ലോ, പുതിയ ആൾക്കാർ, പുതിയ സാഹചര്യങ്ങൾ, പുതിയ അനുഭവങ്ങൾ. അപ്പോൾ അതൊരു പുതിയ വീഡിയോ കാണാം. പുതിയ റോഡുമാണ്, കാരണം കുറേ സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് വന്ന് റോഡ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, അല്ലേ? അതെ. എന്താണ് ഈ ഒരു മലനിര ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കെന്നുള്ള കാഴ്ച നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.